ഉദ്ഘാടന പ്രസംഗത്തിനായി ബഹുമാനപ്പെട്ട മുഖ്യമന്ത്രിയെ ആദരവുകളോടെ ക്ഷണിക്കുന്നു. അഭിവന്ദ്യരായ തിരുമേനിമാർ, മന്ത്രിമാർ, ജനപ്രതിനിധികൾ, വേദിയിലും സദസ്സിലുള്ള വിശിഷ്ടാതിഥികളെ, വൈദിക ശ്രേഷ്ഠരെ, സിസ്റ്റേഴ്സ്, പ്രിയപ്പെട്ട സഹോദരങ്ങളെ, ഈ മനോഹരമായ മുഹൂർത്തത്തിന്, ചരിത്ര മുഹൂർത്തത്തിന് സാക്ഷ്യം വഹിക്കാൻ കഴിഞ്ഞതിൽ ഞാൻ ദൈവത്തോട് നന്ദി പറയുന്നു. നമുക്കെല്ലാം പ്രിയങ്കരനായ അഭിവന്ദ്യനായ കർദിനാൾ ക്ലീമീസ് ബാവ തിരുമേനിയുടെ ഈ രജത ജൂബിലി ആഘോഷങ്ങൾക്കായിട്ടാണ് നമ്മളെല്ലാവരും ഇവിടെ ഒത്തുചേർന്നിരിക്കുന്നത്. ഞാൻ സത്യത്തിൽ മുഖ്യമന്ത്രിയായിട്ടല്ല ഇവിടെ നിൽക്കുന്നത്, അഭിവന്ദ്യ തിരുമേനിയുടെ ഒരു കൂടപ്പിറപ്പായിട്ടാണ്. ഞാൻ കാണാൻ ചെല്ലുമ്പോഴെല്ലാം സ്നേഹവാത്സല്യങ്ങൾ പകർന്നു തന്ന്, ആത്മവിശ്വാസം തന്ന്, എല്ലാ പ്രതിസന്ധികളെയും നേരിടാനുള്ള ഊർജം പകർന്നു തരുന്ന, അക്ഷരാർത്ഥത്തിൽ എൻ്റെ സഹോദര തുല്യനായ ഒരാളാണ് തിരുമേനി എന്ന് ഞാൻ അഭിമാനത്തോടു കൂടി പറയാൻ ആഗ്രഹിക്കുന്നു. പരിചയപ്പെട്ടവർക്ക് എല്ലാവർക്കും അദ്ദേഹം അങ്ങനെ തന്നെയാണ്. മലങ്കര കാത്തോലിക സഭയുടെ കഷ്ടകാലത്തിൽ നിന്ന് അതിനെ കൈപിടിച്ചുയർത്തിയ മാർ ഇവാനിയോസ് തിരുമേനിയുടെ പിൻഗാമിയായി വന്ന് അദ്ദേഹം എല്ലായിടത്തും വെളിച്ചം പ്രകാശിപ്പിച്ചു കൊണ്ടിരിക്കുകയാണ്. സഭയിൽ ആധ്യാത്മിക രംഗത്ത്, പൊതുരംഗത്ത് അദ്ദേഹം ഇടപെടുന്ന സ്ഥലങ്ങളിലെല്ലാം എല്ലായിടത്തും അദ്ദേഹത്തിൻ്റെ പരിണിതപ്രജ്ഞമായ പ്രവൃത്തി കൊണ്ടും വാക്കുകൾ കൊണ്ടും അദ്ദേഹത്തിൻ്റെ ഇടപെടലുകൾ സൗഹൃദത്തിലേക്കും സ്നേഹത്തിലേക്കും ഏത് വിദ്വേഷം നിറഞ്ഞ അന്തരീക്ഷത്തിലേക്കും കൊണ്ടുപോകും. ദൈവികമായ ഒരു സാന്നിധ്യം അദ്ദേഹത്തിൻ്റെ ഹൃദയത്തിലുണ്ട് എന്ന് നമുക്ക് തോന്നിപ്പിക്കുന്ന തരത്തിലുള്ള പ്രവർത്തനങ്ങളും വാക്കുകളുമാണ് അദ്ദേഹം എപ്പോഴും നൽകാറുള്ളത്. ഞാൻ അദ്ദേഹത്തെക്കുറിച്ച് ഓർക്കുമ്പോഴെല്ലാം എനിക്ക് മനസ്സിൽ പെട്ടെന്ന് തോന്നിയത് യെശയ്യാ പ്രവചനം 60-ാം അധ്യായമാണ്. അതിലിങ്ങനെ പറയുന്നു: എഴുന്നേറ്റ് പ്രകാശിപ്പിക്കുക, നിന്റെ പ്രകാശം വന്നിരിക്കുന്നു, യഹോവയുടെ തേജസ് നിന്റെ മേൽ ഉദിക്കും. അന്ധകാരം ഭൂമിയെയും കൂരിരുട്ട് ജാതികളെയും മൂടും. യഹോവ നിന്റെ മേൽ ഉദിക്കും, യഹോവയുടെ തേജസ് നിന്റെ മേൽ പ്രത്യക്ഷമാകും. ജാതികൾ നിന്റെ പ്രകാശത്തിലേക്കും രാജാക്കന്മാർ നിന്റെ പ്രഭാവലയത്തിലേക്കും വരും. നീ തല ഉയർത്തി ചുറ്റും നോക്കുക, എല്ലാവരും ഒന്നിച്ചുകൂടി നിന്റെ അടുക്കലേക്ക് വരും. നിന്റെ പുത്രന്മാർ ദൂരെ നിന്ന് വരും, നിന്റെ പുത്രിമാർ അവരെ പാർശ്വത്തിലാക്കി അവർ വരും. നീ അത് കണ്ട് ശോഭിക്കും, നിന്റെ ഹൃദയം പിടച്ചു വികസിക്കും. സമുദ്രത്തിൻ്റെ ധനം നിന്റെ അടുക്കലേക്ക് വരും, ജാതികളുടെ സമ്പത്ത് നിന്റെ അടുക്കലേക്ക് വരും. യെശയ്യാ പ്രവാചകൻ പറഞ്ഞതുപോലെ പ്രകാശിച്ചു കൊണ്ടിരിക്കുന്ന ഒരാളാണ്. ദൈവത്തിൻ്റെ പ്രകാശം അദ്ദേഹത്തിൻ്റെ മേൽ പതിച്ചിരിക്കുന്നു. ആ പ്രകാശത്തിലാണ് അദ്ദേഹം പ്രകാശിച്ചുകൊണ്ട് മറ്റുള്ളവർക്ക് പ്രകാശം പകർന്നുകൊണ്ട് ജീവിക്കുന്ന ഒരാളാണ് എന്ന് ഞാൻ പ്രത്യേകം പരാമർശിക്കാൻ ആഗ്രഹിക്കുന്നു. അക്ഷരാർത്ഥത്തിൽ യെശയ്യാ പ്രവാചകന്റെ വാക്കുകൾ അദ്ദേഹവുമായും അദ്ദേഹത്തിൻ്റെ പ്രവർത്തികളുമായി ചേർന്ന് നിൽക്കും. വേദപുസ്തകത്തിൽ ഏറ്റവും കൂടുതൽ പറയുന്നത് പ്രകാശത്തെക്കുറിച്ചാണ്. ആ പ്രകാശമാണ് കൂരിരുട്ട് മാറ്റി, അന്ധകാരം മാറ്റി, അജ്ഞാനം മാറ്റി വെളിച്ചവും ജ്ഞാനവും കൊണ്ടുവരുന്നത്. ആ കൂരിരുട്ട് മാറ്റാൻ, അന്ധകാരം മാറ്റാൻ, അജ്ഞാനത്തിൻ്റെ ആ വഴികളിൽ നിന്ന് ജ്ഞാനത്തിൻ്റെ വഴികളിലേക്ക് മനുഷ്യനെ നയിക്കാനുള്ള വലിയ ദൗത്യവുമായിട്ടാണ് അദ്ദേഹത്തിൻ്റെ യാത്ര. നമുക്കറിയാം, പൗലോസ് അപ്പോസ്തലൻ തിമോഥെയോസിന് എഴുതിയ ലേഖനത്തിൽ സഭാധ്യക്ഷൻ എങ്ങനെയായിരിക്കണമെന്ന് പറയുന്നുണ്ട്. വിശ്വാസത്തിൻ്റെ മർമ്മം ശുദ്ധ മനസാക്ഷിയിൽ വെച്ചുകൊള്ളവൻ ആയിരിക്കണമെന്നാണ്. ആ വിശ്വാസത്തിൻ്റെ മർമ്മവും യഥാർത്ഥത്തിലുള്ള ആ മനസാക്ഷിയുടെ ധർമ്മവും ഒരുപോലെ ചെയ്യുന്ന ഒരാളാണ് ക്ലീമീസ് ബാവ എന്ന് പറയാതിരിക്കാൻ വയ്യ. അദ്ദേഹത്തിന് ഇനിയും ഒരുപാട് ദൗത്യങ്ങളുണ്ട്. അത് ആത്മീയ മണ്ഡലത്തിലുണ്ട്, സഭയുടെ നേതൃസ്ഥാനത്ത് ഇരുന്നു കൊണ്ടുണ്ട്. ഈ കേരളത്തിൻ്റെ പൊതുരംഗത്ത്, ഈ സാമൂഹ്യ സാമ്പത്തിക
മാറ്റത്തിനായുള്ള നമ്മുടെ എല്ലാവരുടെയും പ്രയത്നങ്ങളുടെ പിറകിൽ അദ്ദേഹത്തിൻ്റെ സ്നേഹവും വാത്സല്യവും തലോടലും ഉണ്ടാകും എന്നെനിക്ക് പൂർണ്ണമായി ഉറപ്പുണ്ട്. സർക്കാർ പ്രതിജ്ഞാബദ്ധമായ വഴികളിലൂടെ നീങ്ങുമ്പോൾ അദ്ദേഹത്തിൻ്റെ അനുഗ്രഹം ഉണ്ടാകണം എന്ന് ഞാൻ അഭ്യർത്ഥിക്കുന്നു. അതുപോലെ ക്രൈസ്തവ സമൂഹം ഇന്ന് രാജ്യത്തെല്ലായിടത്തും വലിയ അരക്ഷിതബോധം നേരിടുന്ന ഒരു കാലഘട്ടത്തിൽ ആ അരക്ഷിതത്വത്തിൽ നിന്ന് അവരെ രക്ഷിക്കാൻ, അവർക്ക് ആത്മവിശ്വാസം പകർന്നു കൊടുത്ത് അവരെ യഥാർത്ഥ വഴികളിലേക്ക് നയിക്കാൻ, ആ വിശ്വാസത്തിലേക്ക്, പ്രത്യാശയിലേക്ക് അവരെ നയിക്കാൻ അദ്ദേഹത്തിൻ്റെ നേതൃത്വത്തിന് കഴിയട്ടെ എന്നുകൂടി ആശംസിച്ചുകൊണ്ട് ഞാൻ ഈ രജത ജൂബിലി ആഘോഷങ്ങളുടെ സമ്മേളനം നിങ്ങളുടെ എല്ലാവരുടെയും അനുവാദത്തോടെ പ്രാർത്ഥനകളോടെ നിർവഹിച്ചതായി അറിയിക്കുന്നു. നന്ദി. മെത്രാഭിഷേക രജത ജൂബിലി സ്മാരകമായി ജൂബിലി ഗാർഡൻസ് എന്ന പേരിൽ മലങ്കര സുറിയാനി കത്തോലിക്ക സഭയുടെ എല്ലാ ഭദ്രാസനങ്ങളുടെയും